അധികം എരിവും പുളിയൊന്നും ഇല്ലാത്ത തേങ്ങാക്കറികളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ കറി. ഉള്ളി പുളിങ്കറി അല്ലെങ്കിൽ ചക്കരപ്പുളിക്കറി അങ്ങനെയൊക്കെ പറയും. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി അരക്കപ്പ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടണം. പിന്നെ ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഉലുവ മൂപ്പിക്കാം. പിന്നീട് അതിലേക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് വേപ്പിലയും ചേർത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കിക്കൊണ്ട് തന്നെ വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് പൊടികൾ ചേർത്ത് മൂക്കുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് ഫ്ലെയിം കുറച്ച് ഒരു 5-6 മിനിറ്റ് വെക്കാം. അപ്പം പിന്നീട് തുറന്ന് നോക്കുമ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊരു 2-3 ദിവസം വരെയൊക്കെ കേടാവാതെ ഇരുന്നോളും. നനഞ്ഞ സ്പൂൺ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിറ്റേ ദിവസം കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ്.